സിഗ്നിഫിക്കൻസ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? റൊട്ടേറ്റിംഗ് പവർ EB × IA ആണ്. അപ്പൊ ആർമേച്ചറിലുള്ള ഈ ബാക്ക് EMF ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കൊരു റൊട്ടേറ്റിംഗ് പവർ കിട്ടിയത്. EB 0 ആണെങ്കിലോ റൊട്ടേറ്റിംഗ് പവറും 0 ആവില്ല. EB × I ആണ് റൊട്ടേറ്റിംഗ്. ഇതിനെയാണ് നമ്മൾ മെക്കാനിക്കലായിട്ട് റൊട്ടേറ്റിംഗ് പവർ ആയിട്ട് കൺവേർട്ട് ആകുന്നത്. അപ്പൊ ഇത് 0 ആണെങ്കിലോ ബാക്ക് EMF 0 ആണെങ്കിൽ റൊട്ടേഷൻ എനർജി ഉണ്ടോ? ഇല്ല. എന്തേ ഉള്ളൂ? ലോസ് മാത്രമേ ഉള്ളൂ. IA² RA എന്ന് പറയുന്ന ലോസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ലോസ് കുറക്കാൻ എന്ത് ചെയ്യണം? കറണ്ട് കോൺസ്റ്റന്റ് പോലെയാണ്, നമുക്കൊന്ന് വലിയ കൺട്രോൾ ഇല്ല. RA നമുക്ക് കൺട്രോൾ ചെയ്യാം. RA എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് ഇത് ഏറ്റവും മിനിമം ആക്കണം. 1 ohm ഒക്കെ ഉണ്ടാവും പൊതുവെ കേട്ടോ. ഇത്രയും മിനിമം ആക്കിയാൽ നിങ്ങൾക്ക് ആ ലോസ്, ഹീറ്റ് ലോസ് കുറക്കാം. I² RA അല്ലേ ലോസ് വരിക, കോപ്പർ ലോസ്. ഹീറ്റ് ലോസ് ആണ് ഇത്, അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? മോട്ടറിൽ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ് വളരെ കുറക്കണം. അപ്പൊ നമുക്ക് ആ ഇക്വേഷൻ ഒന്നും കൂടി ഒന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കറണ്ട് എന്താണ്? ആർമേച്ചർ കറണ്ട് വോൾട്ടേജ് മൈനസ് ബാക്ക് EMF ഉള്ളതുകൊണ്ടല്ലേ, V - EB / RA. അപ്പൊ RA നല്ലോണം കുറച്ചിട്ടാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഡിവൈസ്, സ്റ്റാർട്ടർ എന്ന് പറയുന്ന ഡിവൈസ് നമ്മളെ DC മോട്ടോറിൽ മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ ഇത് ചോദിക്കും സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റാർട്ടർ. അപ്പൊ നിങ്ങൾ ആ ഇക്വേഷൻ നോക്കുക അല്ലെ. ഇക്വേഷൻ എന്താണ്? ആർമേച്ചർ കറണ്ട് V - EB / RA ആണ്. അപ്പൊ RA ഞാൻ നേരത്തെ പറഞ്ഞു എന്താ, വളരെ കുറച്ചേ ഉണ്ടാവും, 1 ohmന്റെ അടുത്തേ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക, DC മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് എന്തായിരിക്കും? റൊട്ടേഷൻ ഉണ്ടാവുക. തുടക്കം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്താ, മോട്ടോർ ഓഫിലാണ്. അപ്പോൾ സ്പീഡ് ഉണ്ടാ, റൊട്ടേഷൻ പെർ മിനിറ്റ് 0 അല്ലേ? അപ്പൊ സ്പീഡ് ഒന്നുമില്ല. അപ്പൊ N 0 ആണ്. N 0 ആകുമ്പോൾ ബാക്ക് EMF നേരത്തെ പറഞ്ഞില്ല, ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മതി. ബാക്ക് EMF is directly proportional to speed അല്ലെ? ആ ഇക്വേഷൻ നോക്കിയാൽ കിട്ടും. അപ്പൊ എന്താണ്, തുടക്കത്തിൽ N 0 ആണ്. അപ്പൊ ബാക്ക് EMF 0 ആണ്. ബാക്ക് EMF 0 ആകുമ്പോൾ നിങ്ങൾ ആ ഇക്വേഷൻ നോക്കിയാട്ടെ, കറണ്ട് എത്ര കിട്ടും? ആർമേച്ചർ കറണ്ട് ഇവിടെ ബാക്ക് EMF 0 ആകുമ്പോൾ ആർമേച്ചർ കറണ്ട് എത്ര കിട്ടുക? തുടക്കത്തിൽ V / RA എന്നുള്ള കറണ്ട് ആണ് കിട്ടുക അല്ലെ? EMF 0 ഉണ്ട്, V / RA. അപ്പൊ ഇത് വളരെ കൂടിയ ഒരു കറണ്ട് ആണ് വരിക കേട്ടാ. തുടക്കത്തിൽ ബാക്ക് EMF ഒന്നും ഇല്ല, റെസിസ്റ്റൻസ് 1 ohm അല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ ഒരു 230 വോൾട്ട് DC ആണെന്നുണ്ടെങ്കിൽ എത്ര കിട്ടും കറണ്ട്? 230 ആംപിയർ ഒക്കെ വരും. 230 ആംപിയർ എന്ന് പറഞ്ഞാല് മോട്ടോർ പിടിച്ചേക്കാൻ പറ്റൂല. കാരണം എന്താ, നമ്മളെ മോട്ടോറിലെ റെസിസ്റ്റൻസ് എത്ര? 1 ohm ഉള്ളൂ. 230 ആംപിയർ വരുന്നുണ്ട്. അപ്പൊ ഫുൾ 230 ആംപിയർ ഈ മോട്ടറിലേക്കാ വരിക. ചെറിയ റെസിസ്റ്റൻസിൽ കൂട്ടി ഹൈ കറണ്ട് പോയാൽ ഉരുകിപ്പോവില്ലേ? എത്രയാണ് നമ്മുടെ ഹീറ്റ് എനർജി? എത്ര വരും? 230 ആംപിയർ ആണ് ഇപ്പം കിട്ടുക. 230² × 1 അതെത്രയുണ്ട്? വളരെ കൂടുതലല്ലേ? ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ആർമേച്ചർ കത്തി ചാമ്പലാകുന്ന അവസ്ഥ തന്നെ വരും. അപ്പൊ ഇത് നമ്മൾ പ്രിവെന്റ് ചെയ്യണം. പ്രിവെന്റ് ചെയ്യേണ്ടിക്ക് എന്തേ ഒരു വഴിയുള്ളൂ? എന്തായിരിക്കും പോകാൻ വഴിയുള്ളത്? ഇതിൽ നമുക്ക് ഏതാ കൂട്ടാം? വോൾട്ടേജ് കുറക്കാം. പക്ഷെ അതൊരിക്കലും നമ്മൾ ചെയ്യില്ല. വോൾട്ടേജ് കുറച്ചാൽ നമുക്ക് ആ റൊട്ടേറ്റിംഗ് സ്പീഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ എന്താ വഴിയുള്ളത്? എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ? തുടക്കത്തിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നമുള്ളൂ. പിന്നെ എന്താ, മോട്ടോർ കറങ്ങുമ്പോൾ സ്പീഡ് കൂടും അല്ലെ? അപ്പൊ കറണ്ട് കുറഞ്ഞോളൂ. തുടക്കത്തിലാണ് ഈ ഹെവി കറണ്ട് വരുന്നത്. അപ്പൊ തുടക്കത്തിൽ, അതാണ് പേര് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റാർട്ടർ. തുടക്കത്തിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് ഈ ആർമേച്ചറിന്റെ കൂടെ നമ്മൾ വെക്കും. ആർമേച്ചറിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് ഒരു തുടക്കത്തിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് വെക്കും. ഇതിനെയാണ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് നെക്സ്റ്റ് ഓഫ് സ്റ്റാർട്ടർ. മനസ്സിലായില്ലേ? ഹെവി കറണ്ട് ഇനീഷ്യലി വരും. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം ഹെവി കറണ്ട് വരും. ഈ ഹെവി കറണ്ട് വന്നാൽ നിങ്ങൾക്ക് ഹീറ്റ് ലോസ് നോക്കിയാൽ മനസ്സിലാവും. 230² എന്നൊക്കെ പറഞ്ഞാല് അല്ലെ കരിഞ്ഞു പോകും. നമ്മുടെ ആർമേച്ചർ ഒന്നും ബാക്കി ഉണ്ടാവില്ല. മോട്ടറൊക്കെ ആ സ്പോട്ടിൽ തന്നെ ഇടിമിന്നലേറ്റ എഫക്റ്റ് ആണ് ഉണ്ടാവുക. പിന്നെ ഈ ഹെവി കറണ്ട് വരികയാണെങ്കിൽ ആർമേച്ചറോ ഒരു വളരെ ഹെവി ടോർക്ക് വരൂലേ? ഹെവി ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ടാ. അപ്പൊ ഹെവി കറണ്ട് വരികയാണെങ്കിൽ നിങ്ങളെ മോട്ടറൊക്കെ കണക്ട് ചെയ്ത ലോഡൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം ഹെവി വൈബ്രേഷൻ, ഹെവി ടോർക്കൊക്കെ വരും. അതുകൊണ്ട് അത് മോട്ടറിനും അതിന്റെ ഷാഫ്റ്റിനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മളെ കറണ്ടിന്റെ ആ ബ്രഷ് ഇല്ലേ, ഹെവി കറണ്ട്, ഈ ബ്രഷ് വഴിയാണ് നമ്മൾ ആർമേച്ചറിലേക്ക് പോകുന്നത്. ഇപ്പൊ ബ്രഷിനും പ്രശ്നമാണ്. ഇപ്പൊ ബ്രഷിന് പ്രശ്നമാണ്, ആർമേച്ചറിന് പ്രശ്നമാണ്, ഈ കറങ്ങുന്നതും പ്രശ്നമാണ്. ഹെവി ടോർക്കിൽ കറങ്ങുന്നതും പ്രശ്നമാണ്. ആ ഡിസൈൻ ചെയ്ത ടോർക്കിലല്ല, അതിൽ കൂടുതലായിട്ട് കറങ്ങും ഹെവി കറണ്ട് വരുമ്പോൾ. അപ്പൊ ഇതിനൊക്കെ പ്രിവെന്റ് ചെയ്യാനാണ് ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ആർമേച്ചറിന്റെ 1 ohm തന്നെയാ ശരിക്കും വേണ്ടു. കറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 ohm റെസിസ്റ്റൻസ് കുറക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഹീറ്റ് ലോസ് ഉണ്ടാവും. അപ്പൊ തുടക്കത്തിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് വെക്കും ഈ കറണ്ടിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ. ഈ ഹെവി കറണ്ട് ഇല്ലേ,
ഈ ഹെവി കറണ്ട് ഒന്ന് കുറക്കാൻ നമ്മൾ ആർമേച്ചറിന്റെ കൂടെ സീരീസ് ആയിട്ട് ഒരു ഹെവി റെസിസ്റ്റൻസ് വെക്കും. അതിന്റെ പേരാണ് സ്റ്റാർട്ടർ. അപ്പൊ ഇതാണ് നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ടിക്കിൽ വരക്കാം. ഇത് സിലബസിൽ ഇതല്ല, 3 പോയിന്റ് സ്റ്റാർട്ടർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ നെസസിറ്റി ഓഫ് സ്റ്റാർട്ടർ 7 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയഗ്രം കൂടി വരക്കാം. ഇതൊരു ഷണ്ട് മോട്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ആർമേച്ചറിന് പാരലായിട്ട് ഒരു ഷണ്ട് ഫീൽഡ് ഇല്ലേ. അപ്പൊ ഇവിടെ ഒരു ഹെവി റെസിസ്റ്റൻസ് തുടക്കത്തിൽ വെക്കും. അപ്പൊ നമ്മള് മോട്ടർ ഓൺ ആക്കുമ്പോൾ എവിടെയാണ് ഉണ്ടാകുക? ഇതൊരു സ്വിച്ച് പോലെയാണ് ഉണ്ടാകുക കേട്ടോ. മോട്ടർ ഓൺ ആക്കുമ്പോൾ നമ്മളെ റെസിസ്റ്റൻസ് ഇവിടെ, ഇത് റെസിസ്റ്റൻസ് ഇതിലേക്കൂട്ടൊക്കെയാണ് ഉണ്ടാകുക. അപ്പൊ ഇവിടെയാണ് ഉണ്ടാകുക. തുടക്കത്തിൽ ഈ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ മൊത്തം റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് ആർമേച്ചറിലേക്ക് പോകുന്നത് തുടക്കത്തിൽ. സ്റ്റാർട്ടർ ഇങ്ങനെ ഉണ്ടാകുക. പിന്നെ നമ്മൾ സ്ലൈഡ് ചെയ്യും. അപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോഴാണ് മോട്ടോർ ഫുൾ സ്പീഡിൽ കറങ്ങുക. അപ്പൊ ഇനീഷ്യലി ഇവിടെയാണ് ഉണ്ടാകുക. അപ്പൊ എന്താ, ചെറിയ 1-2 സെക്കൻഡ് മതി കേട്ടോ. അപ്പൊ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റുക. ഇങ്ങോട്ടേക്ക് കഴിയുമ്പോൾ റെസിസ്റ്റൻസ് ഗ്രാജുവലായിട്ട് കുറയും. അപ്പൊ മോട്ടോർ സ്പീഡിൽ പിക്കപ്പ് ചെയ്യും, മോട്ടോർ സ്പീഡ് കറങ്ങാൻ തുടങ്ങും. അപ്പൊ എന്താ, ഇനീഷ്യലി ഹെവി റെസിസ്റ്റൻസ് വരും. അപ്പൊ ആ കറണ്ട് കുറയും. പിന്നെ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് മാറ്റുക. പിന്നെ പ്രശ്നമില്ല, മോട്ടോർ കറങ്ങുന്നില്ലേ, കറങ്ങുമ്പോൾ ബാക്ക് ചെയ്യുമ്പോൾ പേരും കറണ്ട് ഓട്ടോമാറ്റിക് കുറഞ്ഞോളും. അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇങ്ങനെ 1-2 സെക്കൻഡ് കൊണ്ട് സ്ലൈഡ് ചെയ്ത് വരുന്ന രൂപത്തിലാണ് സ്റ്റാർട്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുക.